ഉം, ഉം. ഇന്ന് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഇടിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പലഹാരമായതുകൊണ്ട് മിക്ക ദിവസങ്ങളും ഇവിടെ ഇടിയപ്പമാണ്. എന്താണെന്നറിയത്തില്ല, സാധാരണ മക്കളുടെ ഇഷ്ടത്തിനാണ് അമ്മമാരുണ്ടാക്കുന്നത്. എൻ്റെ അമ്മ എൻ്റെ ഇഷ്ടത്തിന് എന്നും ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ അതേ മെത്തേഡാണ് ഞാനും തുടർന്നുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ഇഷ്ടത്തിന് ഇടിയപ്പം ഉണ്ടാക്കൽ. അങ്ങനെ നമ്മുടെ തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചാണ്. ഈ പാത്രം ഇച്ചിരി ചെറുതായിപ്പോയോ എന്നാണ് ആദ്യത്തെ എൻ്റെ ഒരു കൺഫ്യൂഷൻ. കാരണം ഇതിൽ ഇളക്കാൻ നോക്കിയിട്ടൊക്കെ ഭയങ്കര പണിയായിരുന്നു കേട്ടോ. പിന്നെ നന്ദപ്പൻ എൻ്റെ ഇടയ്ക്ക് വന്ന് രാവിലെ പട്ടുപാവാടയൊക്കെ ഇട്ടുകൊണ്ട് വരുവാണെങ്കിൽ ഒരുക്കെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കണം, പാട്ട് പാടാൻ വേണ്ടിയാണെന്നൊക്കെയാണ് എന്നോട് വന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു ആദ്യം ഇടിയപ്പത്തിൻ്റെ പണിയൊന്ന് നോക്കട്ടെ, എന്നിട്ടല്ലേ അവളെ ഒരുക്കുന്നത്. ഈ പാത്രം ചെറുതായി പോയി എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. വലിയ പാത്രത്തിനകത്തോട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഈ സാധനം എനിക്കങ്ങോട്ട് നല്ലതായിട്ട് ഇളക്കി മറിക്കാൻ പറ്റുന്നില്ല. ഇനി ഇതിട്ട് പുരട്ടാൻ പറ്റിയൊരു പാത്രം തപ്പിയാണ് ഞാൻ അപ്പുറത്തോട്ട് പോയത്. അപ്പുറത്തുനിന്ന് എന്തായാലും ആ പാത്രം കിട്ടി. ഞാൻ ഉദ്ദേശിച്ച പാത്രം തന്നെയാണ് കിട്ടിയതും. ഇതിനകത്തിട്ടാണെങ്കിൽ നമുക്ക് സൗകര്യപ്രദം ഇളക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇളക്കി എല്ലാ പ്രാവശ്യവും എനിക്ക് ഇച്ചിരി വെള്ളം കൂടിപ്പോയി. ഈ പ്രാവശ്യം ഞാൻ കറക്റ്റ് ഇളക്കി എടുക്കണമെന്ന് വിചാരിച്ച് ഇളക്കിയിട്ട് വേണമെങ്കിൽ തിളച്ച വെള്ളം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കൈ ഭയങ്കരമായിട്ട് പൊള്ളുമായിരുന്നേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈ അങ്ങോട്ട് വലിക്കുന്നുണ്ടായിരുന്നു, കാരണം നല്ല ചൂട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പ്ലേറ്റിൽ തന്നെ ഈ സാധനം എല്ലാം ഇട്ട് ബാക്കി വേസ്റ്റ് അവിടെ എല്ലാം വീണത് അതെല്ലാം വിളക്കി അപ്പുറത്ത് കൊണ്ട് കഴുകാൻ വേണ്ടി വെച്ചു. എന്നിട്ട് അവിടെ എല്ലാം അങ്ങ് തുടച്ച് മാറ്റിയിട്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് തുടച്ച് മാറ്റി കഴിഞ്ഞാൽ അങ്ങ് വൃത്തിയായിട്ട് കിടക്കും. പിന്നെ നമ്മൾ അങ്ങോട്ടൊരു ഭാഗത്തോട്ട് നോക്കുകയോ വേണ്ട. പുട്ടകത്തിൻ്റെ തട്ടെടുത്തുകൊണ്ട് വെച്ച് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ തിരുമ്മി കൊണ്ടുവച്ച്, ഈ തേങ്ങ ഇടിയപ്പത്തിനും പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് കറിക്കും കൂടാണ് തിരുമ്മിക്കൊണ്ട് വെച്ചത്. ഇന്ന് എന്തായാലും നല്ല തേങ്ങ ഇട്ട് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്ന് എന്തായാലും തേങ്ങ നല്ല അധികത്തിലിട്ട് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഈ മാവിന്ന് കറക്റ്റായിട്ട് കിട്ടി, അതുകൊണ്ട് ഇതിനകത്തോട്ട് ഇടാനും പിന്നെ അതിങ്ങനെ ചുറ്റാനും എളുപ്പമായിരുന്നു എനിക്ക്. ചില ദിവസങ്ങളിൽ നമ്മുടെ മാവ് ഇച്ചിരി ലൂസായി പോവും, അപ്പോൾ പിന്നെ ഇടിയപ്പം വേവാനും കുറച്ച് താമസിക്കും. ഇന്ന് എന്തായാലും കറക്റ്റ് രീതിയിൽ കിട്ടിയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ പണി ഒതുക്കാൻ പറ്റി. പിന്നെ വലിയ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്, അതാകുമ്പോൾ രണ്ടെണ്ണം തിന്നുമ്പോൾ തന്നെ എല്ലാവരുടെയും വയറങ്ങോട്ട് നിറയട്ടെ. പിന്നെ അല്ല എന്നിട്ട് ബാക്കി ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കുവാണേ. പിന്നെ എണ്ണയും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് തടയേണ്ട ആവശ്യമില്ല, നല്ല അച്ചാണുള്ളത്. അതുകൊണ്ട് ഒരുപാട് എണ്ണ അല്ലെങ്കിൽ ഞാൻ ഒഴിക്കത്തില്ല. നമ്മുടെ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചു, ഇടിയപ്പത്തിൻ്റെ മാവിനകത്തോട്ട് ഒഴിച്ചു, അങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഇപ്പുറത്ത് തന്നെ ഞാൻ നമ്മുടെ ഗ്രീൻ പീസ് കറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെന്തായാലും വെന്ത് ഉടഞ്ഞ് കിട്ടിയേ. പിന്നെ ആണെങ്കിൽ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ട് ഇടിയപ്പം നന്ദുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ 9:30 ഇനി നന്ദുവിന് 10 മണിയാകുമ്പോൾ അംഗനവാടി പോകണം. 2 ഇടിയപ്പം എടുത്ത് അവളൊരെണ്ണേ തിന്നത്തുള്ളൂ, പിന്നെ അവൾക്കിടയ്ക്ക് ഒരു വാ കൊടുക്കുമ്പോൾ ഒരു എൻ്റെ വയലോട്ടും കൂടെ പോകണമല്ലോ. 2 ഇടിയപ്പവും ഗ്രീൻ പീസ് കറി എടുത്തുകൊണ്ട് ഞാൻ ഡൈനിങ് ടേബിളിലോട്ട് പോയിരിക്കുകയാണെ. നന്ദുവിനെ ഞാനപ്പോൾ കുളിപ്പിച്ച് കൊണ്ട് നിർത്തി. അവളോട് ഞാൻ പറഞ്ഞു വാടി കഴിക്കാൻ വാ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വാരി തന്നാലേ കഴിക്കത്തുള്ളൂ എന്ന്. മിക്ക ദിവസം ഇപ്പം ഞാൻ വാരി കൊടുക്കും. അവളെ ഇങ്ങനെ തന്നെ തിന്നുന്നത് അംഗനവാടി പോയിരിക്കുമ്പോൾ മാത്രമാണ്. കുളിപ്പിച്ചിട്ട് അവൾ സൈക്കിളെ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറയുവാണ് ഒരു വാ ഇങ്ങനെ എടുത്തിട്ട് കണ്ണടച്ചിട്ട് കയ്യിൽ വെക്കുക, അപ്പോൾ ഓടി വന്ന് കഴിക്കുന്ന രീതിയിൽ വരാം. അപ്പം ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ ആരാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ സൈക്കിളിൽ വേഗം വന്നിട്ട് അത് വായിലെടുത്ത് കഴിച്ചിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഒരു ഇടിയപ്പം എടുത്തത് എന്തിനാണെന്നുള്ളത്, എനിക്കും കൂടെ കഴിക്കാൻ വേണ്ടിയാണ്. അവളെ കഴിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സോനുവിനോട് ഒരുക്കാൻ പറഞ്ഞിട്ട് ഞാൻ നേരെ പാത്രം കഴുകാനായിട്ടാണ് നിന്നത്. ഇത്രയും പാത്രങ്ങളെല്ലാം ഇന്നലത്തെ രാത്രിലത്തെയും ഇന്ന് രാവിലത്തെ എല്ലാം കൂടാണ്. ഇനി ഉച്ചക്കത്തെയും കൂടെ എടുക്കുന്നതിന് മുമ്പ് പാത്രം എല്ലാം കഴിയാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എല്ലാം കൂടെ ആകുമ്പോൾ വലിയൊരു പാത്രം കഴുകലിലോട്ട് കിടക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിന്ന് ഞാൻ കഴുകി. ഇതിനകത്ത് കുറച്ച് വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, അത് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ടാക്കിയിട്ടാണ് കഴുകാൻ നിന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിച്ച് കൊണ്ട് കളയാം. ഓരോന്നോരോന്നായിട്ട് കളയുന്നതിനെക്കാട്ടി നല്ലത് ഒന്നിച്ച് വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ട് കളയുന്നതാണെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി എടുക്കുവാണേ. അപ്പുറത്ത് അടുക്കളയിൽ കൊണ്ടുവെക്കാനുള്ള പാത്രങ്ങളെല്ലാം ഞാൻ വാഷിംഗ് മെഷീൻ്റെ മണ്ടയ്ക്കോട്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് വെച്ചേക്കുന്നത്. ബാക്കി കഴുകുന്ന പാത്രങ്ങൾ അതാത് സ്ഥാനത്തിലേക്ക് ഞാൻ വെള്ളം തോരാനുള്ള പാത്രമല്ല ഇപ്പുറത്തെ സ്റ്റാൻഡിലോട്ടും വെച്ച്, പിന്നെ വെളിയിൽ വെച്ച് ഉണക്കി കബോർഡിനകത്ത് വെക്കാനുള്ള പാത്രമെല്ലാം കഴുകി ഒരു സൈഡിലോട്ടും ആക്കിയിട്ട് ഈ വെള്ളപ്പാത്രമൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം നമ്മൾ വെളിയിൽ വെയിലത്ത് വെച്ച് ഉണക്കിയാണ് എടുത്ത് വെക്കുന്നത്.
കിടക്കുന്നത്, അല്ലെങ്കിൽ നനവോ കാര്യങ്ങളോ എല്ലാം കാണും. അതുകൊണ്ട് അതും കൂടെ കഴുകി ഞാൻ വെയിലത്തോട്ട് കൊണ്ടുവച്ച് എന്നിട്ട് വന്നിട്ട് ഞാൻ പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ച് കലമൊക്കെ കഴുകുന്നുണ്ട്. എല്ലാം എന്തായാലും കഴുകി വൃത്തിയാക്കി ആ സൈഡ് മൊത്തം തുടച്ചിട്ടിട്ട് ഞാൻ പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അവിടെ അതെല്ലാം തുടച്ച് പിന്നെ വെളിയിൽ സിറ്റൗട്ട് തൂത്തില്ലായിരുന്നു, തുടച്ച് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു സോനു. പിന്നെ തൂക്കാൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ഓർത്തെന്ന് ഇപ്പം കയ്യോടെ അങ്ങ് തൂക്കാം, വെറുതെ പിന്നത്തേക്കാക്കേണ്ട, ആരെങ്കിലും വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാലോ എന്ന് ഓർത്ത്. പ്രത്യേകിച്ച് നമ്മൾ തൂക്കാത്ത ദിവസം ആരെങ്കിലും വരും, അതുകൊണ്ട് രാവിലെ തന്നെ എണ്ണീറ്റ് ഇതെല്ലാം അടിച്ച് വാരി അങ്ങിടുവാണേ. പിന്നെ നമുക്ക് സമാധാനത്തെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനിയാണെങ്കിൽ നന്ദപ്പനെ കൊണ്ടുവിടണം, അതാണ് ഇനി അടുത്ത ടാസ്ക്. അവളെ എന്തായാലും സോനു ഒരുക്കി റെഡിയാക്കി നിർത്തിയേക്കുവാണ്, ഇനി കൊണ്ടുവിട്ടാൽ മാത്രം മതി. അങ്ങനെ ഈ തൂത്തെല്ലാം വാരി കഴിഞ്ഞപ്പോഴത്തേക്ക് 10:15. പെട്ടെന്ന് തന്നെ നന്ദുവിനെ കൊണ്ടുവിടാൻ വേണ്ടി ഇറങ്ങി അംഗനവാടിയിലേക്ക്. ഇന്ന് എന്തായാലും ട്യൂഷനില്ല, അതുകൊണ്ട് അംഗനവാടിയിലോട്ട് മതി. ട്യൂഷനുള്ളപ്പം ട്യൂഷന് വിട്ടിട്ട് 12 മണിയാകുമ്പോൾ വിളിച്ച് അംഗനവാടി കൊണ്ടുവിടും, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരും. അവൾക്ക് കൊടുത്ത് അവളെ കൊണ്ടുവിട്ട് എല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഞാൻ നമ്മുടെ ഇടിയപ്പവും ഒരു കോഫിയൊക്കെ ഇട്ടിരുന്ന് പിന്നെ ഞാൻ തീയലിന് വെക്കാനുള്ള അടുപ്പയിലോട്ട് അങ്ങ് വെച്ച്. അടുപ്പയിൽ തീ കിടക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഗ്യാസിലോട്ട് വെക്കാൻ നിന്നില്ല. നല്ല കൊഞ്ച് തീയൽ, ഉണക്ക കൊഞ്ച് തീയൽ വെക്കാമെന്ന് വിചാരിച്ച്. അനിതേൻ്റെ വന്നപ്പോൾ മുരിങ്ങയ്ക്കയും കൊണ്ടുവന്നായിരുന്നു. സോനുവിനോട് തേങ്ങാ തിരുമ്മി വറക്കാൻ പറഞ്ഞ് അവൾ 2 മിനിറ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ കൈ വേനിക്കുന്നേ എന്ന് പറഞ്ഞ് പോയി. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛൻ ഉണ്ണാൻ വന്നായിരുന്നു. സോനു കയ്യിലിട്ട മൈലാഞ്ചി കാണിച്ചേക്കുവാണ്. എനിക്കാണെങ്കിൽ ചാരുമുട്ടി വരെ പോകേണ്ടത് കൊണ്ട് ഞാൻ പിന്നെ അച്ഛൻ വന്ന സമയത്ത് അച്ഛൻ്റെ വണ്ടിയിൽ പോവാം, ഇനി ബസ് കയറി പോകണ്ടെന്ന് ഓർത്ത് വേഗം തന്നെ റെഡി ആയിട്ട് ഞാൻ ആ ചാരുമുട്ടിലോട്ട് പോവുകയാണേ. നമ്മുടെ ആർക്കയിലേക്കാണ് പോകുന്നത്. എനിക്ക് കുറച്ച് ബ്ലൗസ് പീസ് എടുക്കണമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ആർക്കയിൽ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഡ്രസ്സിനും ആയാലും നമ്മുടെ ബ്ലൗസ് പീസ് ലൈനിങ് അങ്ങനെയുള്ള സാധനത്തിന് നല്ല കളക്ഷനാണ് ആർക്കയിലുള്ളത്. ഇവിടെ വന്ന് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന സാരി കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി പെട്ടെന്ന് തന്നെ സാരിക്ക് പറ്റിയൊരു ബ്ലൗസ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ നോക്കുകയാണെ, എൻ്റെ കയ്യിലിരിക്കുന്ന 2 ബോർഡറാണ്, ഒന്ന് കരിഞ്ഞ പച്ചയും ഒന്ന് തത്തപ്പച്ചയും. അപ്പോൾ ഞാൻ പറഞ്ഞു സാരിയുടെ ഏറ്റവും അടുത്ത് വരുന്നത് തത്തപ്പച്ചയാണ്, അതാണ് ബ്ലൗസിനോട് ചേർന്ന് നിൽക്കുന്നത്, അതുകൊണ്ട് കരിഞ്ഞ പച്ച വേണ്ട, തത്തപ്പച്ച മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ ഒരു ബ്ലൗസ് തുണി സെറ്റാക്കി അത് എടുത്തുകൊണ്ട് ഞാൻ വേഗം പോവുകയാണെ. ഇനി ഇത് തയ്ക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഓർത്ത് ഇനി തയ്ക്കുന്നിടത്തോട്ട് പോവുകയാണെങ്കിൽ അച്ഛന് ഉണ്ടിട്ട് പോകേണ്ട സമയം ഒത്തിരി വൈകിയാലോ എന്ന് ഓർത്ത് വീട്ടിലോട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഞാൻ തയ്ക്കുന്നിടത്ത് കൊണ്ട് കൊടുത്തിട്ട് നന്ദപ്പനെ വിളിക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് 3 മണിയായി. അംഗനവാടിയിലോട്ട് പോകണേ. അവൾ ആദ്യം എന്നെ കണ്ടില്ലായിരുന്നു, എന്നെ കാണാനാണ് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് എന്നെ കണ്ടത്, എൻ്റെ അടുത്തോട്ട് ഓടി വന്നത്. ഞാനപ്പോൾ പറഞ്ഞ് വീട്ടിൽ പോകണ്ടേന്ന്. പിന്നെ ഞാൻ സൊസൈറ്റി പോയി പാല് മേടിച്ച് ഏത്തയ്ക്കാപ്പം മേടിക്കാൻ വേണ്ടി വന്നതാണ്. നന്ദപ്പൻ ഇന്ന് ഏത്തയ്ക്കാപ്പം വേണമെന്ന് എന്നോട് പറഞ്ഞു വിട്ടായിരുന്നു. ഞാൻ ഓർത്തന്നെ ചായ ഇട്ട് കൊടുത്ത് അവൾക്ക് ഏത്തയ്ക്കാപ്പമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അത് മേടിച്ചുകൊണ്ട് വന്ന്. എന്തായാലും ഇവിടുത്തെ നല്ല ഏത്തയ്ക്കാപ്പമാണ്, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സോനു എൻ്റെ കാലിലും മൈലാഞ്ചി ഇട്ട് തരാമെന്ന് പറഞ്ഞ് അതിരുന്നിട്ട് അപ്പോൾ രാത്രിയിലത്തേക്ക് പൊറോട്ട മേടിക്കാനും പോയി. പിന്നെ നന്ദപ്പൻ്റെ പാട്ട്. തുളയായി മാറേന അമ്പിലി മാമനെ കൊമ്പിട്ട് കൊമ്പിട്ട് കൈനേണം അപ്പം ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.